കൂപ്പുകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ, നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവ്, ആരാധനയ്ക്ക് യോഗ്യനായവൻ, സർവമഹത്വത്തിനും യോഗ്യനായ ദൈവം ഇയാൾ താരയിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിരിക്കുന്ന നിമിഷമാണ്. ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. അനേകര് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് സമാധാനമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥ. സ്വജീവിതത്തിൽ സമാധാനമില്ല എന്ന് മാത്രമല്ല, പക്ഷെ കുടുംബത്തിൽ പോലും സമാധാനം നഷ്ടപ്പെട്ട് കടന്നു പോകുന്ന അനേകം കുടുംബങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ അവസ്ഥയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ സമാനമായിരിക്കാം. ഈശോയോട് പറയാം, തമ്പുരാനെ, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുണ സമാധാനമായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ വർഷിക്കണമേ എന്ന്. തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ അവസ്ഥകളും ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സംഘർഷങ്ങളും പ്രതികൂല അനുഭവങ്ങളും പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ഹൃദയം വിഭജിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ തമ്പുരാനിൽ ഹൃദയം ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടെന്താ? തമ്പുരാനിൽ ഹൃദയം ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് വചനം പറയുന്ന പോലെ കർത്താവിൽ ആശ്രയിക്കാൻ പറ്റണില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനല്ലേ സമാധാനം ഉണ്ടാകും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, ഏതെല്ലാം തരത്തിലുള്ള സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, സ്വകാര്യ ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്നവനല്ലേ സമാധാനത്തിൻ്റെ തികവിൽ ജീവിക്കാൻ പറ്റൂ. സമാധാനമില്ലാത്ത ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ പോരാ. നിൻ്റെ ഹൃദയം, നിൻ്റെ ആശ്രയത്വം ദൈവത്തിൽ അർപ്പിക്കുക. എനിക്ക് എൻ്റെ കർത്താവ് സഹായത്തിനുണ്ട്. തമ്പുരാനെ, നിന്നിൽ ആശ്രയിക്കാൻ ഇപ്പോഴത്തെ അനുഭവത്തിൽ വേദനകളുണ്ട്. ചില മാരക രോഗം മൂലം വേദനിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകളും അസ്വസ്ഥതകളുണ്ട്. സ്നേഹിക്കാൻ പറ്റാത്ത ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്കുണ്ട്. തമ്പുരാനെ, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ വല്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥകളുണ്ടാകാം. എന്തൊക്കെയോ ജീവിതത്തിൻ്റെ ചില ദുരനുഭവങ്ങൾ ഒരുപക്ഷെ നിൻ്റെ മനസ്സിനെ, നിൻ്റെ ഹൃദയത്തെയൊക്കെ വല്ലാതെ ആകുലപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. ഇതിൻ്റെ നടുവിൽ വചനം നമുക്ക് സമാധാനത്തിൻ്റെ തികവിൽ സഞ്ചരിക്കാനുള്ള ഒരെളുപ്പ വഴി പറയുകയാണ്. നിൻ്റെ ഹൃദയം കർത്താവിൽ അർപ്പിക്കുക, ഉറപ്പിക്കുക, ഫിക്സ് ചെയ്യുക. എന്നിട്ട് നീ കർത്താവിൽ ആശ്രയിക്കുക. അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നതാണ്, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, കാരണം ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഒരു സമയത്തേക്ക് മാത്രമല്ല, ഒരസ്വസ്ഥത വരുമ്പോൾ മാത്രമല്ല നിന്നെ സഹായിക്കുന്നത്, മറിച്ച് നിത്യമായ അല്ലെങ്കിൽ ശാശ്വതമായ എന്നും നിലനിൽക്കുന്ന അഭയശിലയാണ് എന്നാണ് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത്. തമ്പുരാനെ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഉറങ്ങിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ സുഖമായൊന്നുറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കൾ ഇതിനകത്തുണ്ടാകാം. വല്ലാതെ മനസ്സ് ദുഃഖിച്ചും ഭാരപ്പെട്ടൊക്കെ ഇരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. നിരാശപ്പെട്ടും ആകുലപ്പെട്ടുമൊക്കെ ഓരോ മണിക്കൂറും തള്ളി നീക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരും അതിന് പരിശ്രമിച്ചിട്ടുള്ളവരും ഒരു ഇതിനകത്തുണ്ടാകാം. തമ്പുരാനെ, ഈ വ്യക്തികളിലേക്ക് നിൻ്റെ സ്നേഹം, നിൻ്റെ സമാധാനം, നിൻ്റെ കരുണ ഇപ്പോൾ ഈ നിമിഷം നീ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ലാത്തവർ, സ്നേഹിക്കാൻ ആരുമില്ലാത്തവർ, ഒന്ന് മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തവർ, തൻ്റെ സങ്കടങ്ങൾ ആരോടും പറയാനില്ലാത്ത ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖത്തിൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിക്കുന്ന മക്കൾ, കർത്താവേ, നിൻ്റെ സ്നേഹം, നിന്നിലുള്ള ആശ്രയത്വം അവർക്ക് സമാധാനം നൽകട്ടെ.
അവർക്ക് സന്തോഷം നൽകട്ടെ, സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒട്ടുമേലായിരുന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മൾ യാചിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ തമ്പുരാൻ നമുക്ക് നൽകിയെന്ന് വിശ്വസിക്കാം. കർത്താവിൽ ഹൃദയമർപ്പിച്ച് സമാധാനത്തിൻ്റെ തികവിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.